ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ നാളെ മുതൽ ലോക് ഭവനായി അറിയപ്പെടും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവനുസരിച്ചാണ് ഈ പേരുമാറ്റം. ഇന്ന് കൂടെ നമുക്ക് ഈ പേര് ഇവിടെ കാണാം. രാജ്ഭവന്റെ മുമ്പിൽ, അതായത് കവടിയാറിലുള്ള ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന് മുന്നിൽ ഈ പേര് കാണാം. കേരള രാജ്ഭവൻ എന്ന പേര് കാണാം. നമുക്ക് അതിൽ തന്നെ രണ്ട് വശത്തും ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് മലയാള ഭാഷ, മലയാളത്തിലും ഒപ്പം ഹിന്ദിയിലും ഇംഗ്ലീഷുമായാണ് രണ്ട് വശത്തും ആലേഖനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ അശോക സ്തംഭത്തോടു കൂടിയാണ് രാജ്ഭവൻ എന്നുള്ളത് ആലേഖനം ചെയ്യുന്നത്. ഇന്നുകൂടി മാത്രമേ ഇത് ഉണ്ടാകുകയുള്ളൂ. നാളെ മുതൽ ഇത് ലോക് ഭവനാണ്. ലോക് ഭവൻ കേരളയാണ് സ്കാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ 25-ന് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരമാണ്. അതുപ്രകാരം രാജ്യത്തെ മുഴുവൻ രാജ്ഭവനുകളും ലോക് ഭവൻ എന്നാക്കി മാറ്റണമെന്നാണ് ഉത്തരവ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ രാജ്ഭവനുകൾ ജനങ്ങളോട് അടുത്തു നിൽക്കണം. അതുകൊണ്ട് ജനങ്ങൾക്ക് എപ്പോഴും പ്രാപ്യമായ രീതിയിൽ അത് തോന്നണം എന്നുള്ളത് കൊണ്ടാണ് ആ പേര് അങ്ങനെ ലോക് ഭവൻ ആക്കണം എന്നുള്ളൊരു നിർദ്ദേശം, എന്നൊരു ഉത്തരവ് നൽകിയത്. അതിന് വിത്തിട്ടത് പോലും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം ചേർന്ന ഗവർണർമാരുടെ സമ്മേളനത്തിലാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ആശയത്തിനാണ് ഒരു വർഷത്തിന് ശേഷം കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുന്നത്. നിലവിൽ ആസാമും അതുപോലെ പശ്ചിമ ബംഗാളിലെയും ഗവർണർമാർ, CV ആനന്ദബോസ് അടക്കമുള്ള ഗവർണർമാർ ഈ ഉത്തരവ് നടപ്പാക്കുന്നുള്ള വിജ്ഞാപനം ആ രണ്ട് സംസ്ഥാനങ്ങളിലും ഇറക്കിയിട്ടുണ്ട്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹത്തിന്റെ സംസ്ഥാനമായ ഗോവയിലാണ്. അദ്ദേഹം ഇന്ന് മടങ്ങിയെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മടങ്ങിയെത്തുന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കും.